ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. നമ്മളിന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് മോഡൽ ഓക്സിലറി വെർബായിട്ടുള്ള കോഡ്, അതിൻ്റെ വിവിധ രൂപങ്ങൾ, അതായത് അതിൻ്റെ കൂടെ പ്രൈമറി ഓക്സിലറി വെർബ്സ് വരുമ്പോൾ എപ്രകാരമാണ് അതിൻ്റെ മീനിങ് ചേഞ്ച് ആകുന്നത് എന്നുള്ളതാണ് നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം കുഡ് തന്നെയായിട്ട് വന്നാൽ എപ്രകാരമാണ് അതിൻ്റെ മീനിങ്ങുകൾ വരുന്നത്? ആദ്യത്തെ ഒരു മീനിങ് എന്ന് പറയുന്നത് കഴിഞ്ഞേനെ. ഇഫ് യു ട്രൈഡ് യു കുഡ് കം. നീ ശ്രമിച്ചിരുന്നെങ്കിൽ വരാൻ കഴിഞ്ഞേനെ. രണ്ടാമത്തത് ആകാമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഹി കുഡ് മീറ്റ് യു യെസ്റ്റർഡേ. അവന് ഇന്നലെ നിന്നെ കാണാമായിരുന്നു. അടുത്തത് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഐ വിഷ് ഐ കുഡ് മീറ്റ് യു വൺസ്. അതായത് വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ കഴിഞ്ഞു എന്ന് പറയുന്നത് എപ്രകാരമാണ് എന്നുള്ള ഇത് നോക്കാം. ഹൗ കുഡ് ഹീ ബൈ സച്ച് ആൻ എക്സ്പെൻസീവ് ഫോൺ? അയാൾക്ക് എങ്ങനെ ഇത്രയും വിലയേറിയ ഫോൺ വാങ്ങാൻ കഴിഞ്ഞു? അപ്പോൾ ഈ മീനിങ്, കുഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ കുഡ് ബി എപ്രകാരമാണ് മീനിങ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യത്തെ ഒരു മീനിങ് ആയിരിക്കാം എന്നുള്ള അർത്ഥത്തിൽ. ഇറ്റ് കുഡ് ബി സോ റിസ്കി ബട്ട് സംഹൗ ഐ മാനേജ്ഡ്. അത് വളരെ റിസ്ക് ഉള്ളതായിരിക്കാം, എന്നാൽ എങ്ങനെയോ ഞാനത് കൈകാര്യം ചെയ്തു. അടുത്തത് ആകാമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഐ കുഡ് ബി സെൻഡ് ബാക്ക് ഹോം ബട്ട് ഹി ഗേവ് മീ അനദർ ചാൻസ്. എന്നെ വീട്ടിലേക്ക് തിരിച്ചയക്കാമായിരുന്നു, പക്ഷേ അദ്ദേഹം എനിക്ക് മറ്റൊരു അവസരം നൽകി. അടുത്തത് കുഡ് ഹാവിൻ്റെ മീനിങ്ങുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് ആകാമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഹി കുഡ് ഹാവ് എ ഗുഡ് ഹൗസ് ടുഡേ ഇഫ് ഹി ഹാഡ് എ ഗുഡ് ജോബ്. അല്ലേ? അതായത് ഒരു നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവനൊരു നല്ല വീട് ഉണ്ടാക്കാമായിരുന്നു. അടുത്തത് ചെയ്യാമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഹി കുഡ് ഹാവ് കോൾഡ് യു യെസ്റ്റർഡേ എന്ന് വെച്ചാൽ അവന് നിന്നെ ഇന്നലെ വിളിക്കാമായിരുന്നു. അടുത്തത് കുഡ് ഹാവ് ഹാഡാണ്. അതിൻ്റെ മീനിങ് എപ്രകാരമാണ് വരുന്നത് എന്ന് നോക്കാം. ഉണ്ടാകുമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഹി കുഡ് ഹാവ് ഹാഡ് എ ഗുഡ് ഹൗസ് ഇഫ് ഹി ഹാഡ് എ ഗുഡ് സാലറി. നല്ല ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു നല്ല വീട് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അത് മനസ്സിലായല്ലോ, കുഡ് ഹാവ് ഹാഡ്. അടുത്തത് കുഡ് ഹാവ് ബീൻ. അതിൻ്റെ മീനിങ് എപ്രകാരമാണ് വരുന്നത്? ചെയ്യാമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കുഡ് ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രയോഗം നോക്കിക്കോളൂ. ഐ കുഡ് ഹാവ് ബീൻ ആസ്ക്ഡ് എബൌട്ട് വെർ വി വെയർ ഓൺ മൺഡേ. തിങ്കളാഴ്ച ഞങ്ങൾ എവിടെയായിരുന്നുവെന്ന് എന്നോട് ചോദിക്കാമായിരുന്നു. മനസ്സിലായല്ലോ. അടുത്തത് കുഡ് ഹാവ് ടു. ചെയ്യേണ്ടി വരും. യു കുഡ് ഹാവ് ടു ഗോ ടു സ്കൂൾ. നിനക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ടി വരും. മനസ്സിലായല്ലോ. കുഡ് ഹാവ് ടു എന്ന് വെച്ചാൽ ചെയ്യേണ്ടി വരും എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യു കുഡ് ഹാവ് ടു ഗോ ടു സ്കൂൾ. അടുത്തത് നമ്മുടെ ലാസ്റ്റിൽ നമ്മൾ നോക്കുന്നത് കുഡ് ഹാവ് ഹാഡ് ടു. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ചെയ്യാമായിരുന്നു. യു കുഡ് ഹാവ് ഹാഡ് ടു ഗോ ടു സ്കൂൾ. നിനക്ക് ഇന്ന് സ്കൂളിൽ പോകാമായിരുന്നു. യു കുഡ് ഹാവ് ഹാഡ് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മോഡൽ ഓക്സിലറി വെർബായിട്ടുള്ള കുഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിവിധ ഫോംസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം.
ഇനി ഇതുപോലെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതുമായിട്ടുള്ളതുമായ വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.